ദൈവവചനവുമായി വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകി തന്നതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടെ എൻ്റെ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ പ്രകാശിപ്പിക്കട്ടെ. ഇത് ഒരു ആരാധനായോഗമാണ്. അകം തിളയ്ക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന അധരാർപ്പണമാണ് ആരാധന. ഇതൊരു ബൈബിൾ ക്ലാസ് അല്ല, ഇതൊരു കൺവെൻഷൻ യോഗമല്ല, ഇതൊരു ആരാധനാ യോഗമാണ്. അർഹിക്കുന്ന അളവിൽ നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കണം. രണ്ടാമതൊരു ശുശ്രൂഷ ഇവിടെ നടന്നില്ലെങ്കിലും നിഷ്കളങ്കമായ സ്തുതി ഉയർത്താൻ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ അധരം ഉയർത്തിയാൽ അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് നമ്മുടെ നടുവിൽ വെളിപ്പെടുത്താൻ അവന്റെ കരം ഉയരാതിരിക്കുകയില്ല. ആത്മഭാരമുള്ള ഒരുപറ്റം ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ വാക്കുകളിലും പ്രാർത്ഥനകളിലും ഇന്ത്യയെക്കുറിച്ചുള്ള ഭാരം തെളിയുന്നു. എൻ്റെ ഉള്ള് ആ വിഷയത്തിൽ കത്തുന്നുണ്ട്. സമയമടുക്കുമ്പോൾ സ്വന്തം മണ്ണിലേക്ക് മടങ്ങിപ്പോകാൻ ദേശാടന പക്ഷികൾക്ക് ഉള്ളിൽ ഒരു ഉൾപ്രേരണ ഉള്ളതുപോലെ ജനിച്ചു വീണ സ്ഥലത്തേക്ക് തിരിച്ചു ചെന്ന് ചത്തുപോകാൻ മത്സ്യങ്ങളിൽ ചില പ്രത്യേക വകുപ്പുകൾക്ക് ഒരു ഉൾപ്രേരണ ഉള്ളതുപോലെ ജനിച്ചു വീണ നാടിനെ കുറിച്ച് ആത്മാർത്ഥമായൊരു ആത്മഭാരമുള്ള ദൈവമക്കളുടെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ കരം നാം അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളുടെ മേൽ ചലിക്കും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഈ പ്രപഞ്ചത്തെ തിരിക്കുന്നവന്റെ കരത്തിലാണ് നാം പിടിച്ചിരിക്കുന്നതെങ്കിൽ, ഈ പകൽ നമുക്ക് വേണ്ടി ആ കരം ചലിക്കുന്ന പകലാകട്ടെ. കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറിയുണ്ടാകുമെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ആത്മാവിന്റെ തീ തൊട്ടാൽ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറി ഇവിടെ നടക്കും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇത്രയും ദൈവമക്കൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ 24 മണിക്കൂറിനുള്ളിൽ ഒറീസയുടെ മേഖലയെ നിയന്ത്രിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ബന്ധിക്കാൻ ക്രൂശിലെ രക്തത്തിന് ഈ രാത്രി പകൽക്കാല ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? അവർ അവന്റെ മഹത്വത്തെ ദ്വീപുകളിൽ വർണ്ണിക്കട്ടെ, അവർ അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ ഘോഷിക്കട്ടെ. അപ്പോൾ യഹോവ ഒരു മഹാവീരനെ പോലെ പുറപ്പെടും. അവൻ തന്റെ ശത്രുക്കളോട് ക്രോധം നിവർത്തിക്കും. എപ്പോഴാണ് ദൈവം ഒരു മഹാവീരനെ പോലെ പുറപ്പെടുന്നത്? എപ്പോഴാണ് അവൻ ശത്രുക്കളുടെ മേൽ ക്രോധം നിവർത്തിക്കുന്നത്? കൃപ പ്രാപിച്ച ദൈവമക്കൾ അവന്റെ സ്തുതിയെ ഉയർത്താൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കരം വിഷയത്തിന്റെ പുറകിൽ ചലിക്കും. ഇന്ന് പകൽ സമയം വാ പൂട്ടിയിരിക്കുന്നതല്ല അതിന്റെ അന്തസ്. ജീവൻ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയുടെ പോരാട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വിലപരിക്കുന്ന ദൈവശക്തിയുടെ അഭിഷേകത്താൽ ആത്മാവിൽ പോരാടി തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കാൻ തുടങ്ങുകയാണ്. സമയം പരിമിതമാണെന്ന് എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് ഈ പകൽക്കാലം പ്രാർത്ഥിച്ച് ആത്മീയ പോരാട്ടത്തിൽ ജയമെടുക്കണം. വേഗം തിരുവെഴുത്തിലേക്ക് എന്റെ വാത്സല്യ സഹോദരങ്ങൾ കടന്നു വരിക. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 20-ാമത് വാക്യവും, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യവും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൂടെ. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്ന ഇടത്തു തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും
നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നമുക്ക് തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ തരങ്ങളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്നും അഭിഷേകത്തിന്റെ അധികാരം വ്യാപരിക്കട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്നത് സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദുരാത്മാവല്ല. യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേ കരയിൽ മഹാദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയ അതേ ദൈവശക്തി ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൽ ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പിതാവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. തിരുവെഴുത്തുകൾ തുറന്നിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ പകൽ നിന്റെ ആത്മാവ് ജനത്തോട് ഇടപെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അർഹിക്കുന്ന അളവിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുക നമ്മുടെ പദവിയാണ്. ആരാധന നമുക്ക് അപമാനമല്ല, ആരാധന നമുക്ക് അഭിമാനമാണ്. സ്തോത്രം, സ്തോത്രം. ഒരു വലിയ ജലാശയത്തിന്റെ കരയിൽ കുറെ പുരുഷന്മാരും ആളുകളും രംഗം നോക്കി നിൽക്കുമ്പോൾ കുറച്ച് സ്ത്രീകൾ അവിടെ അലക്കുകയും ഒക്കെ ചെയ്യുന്നു. ആഴമുള്ള ആ ജലാശയം, ആ കരയിൽ നിന്നവരിൽ ഒരാൾ അറിയാതെ കാല് തെറ്റി ജലാശയത്തിൽ പോയി. അയാൾ മുങ്ങി, വീണ്ടും പൊങ്ങി, വീണ്ടും ആഴത്തിലേക്ക് മുങ്ങി. നമുക്കറിയാം അവസാനമായി മരണത്തോടടുക്കുകയാണ്. ഈ കരയ്ക്ക് നിന്ന് ഈ ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സ്ത്രീകൾ അലക്കുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുമ്പോൾ, ഈ സ്ത്രീകളൊക്കെ ഈ രംഗം കണ്ട് അലറി കരയുകയാണ്. അവർ ബഹളം വയ്ക്കുകയാണ്. ആരും പ്രതികരിക്കുന്നില്ല. ആളുകൾ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു, വേദനയോടെ കരയുന്നു. ആരും പ്രതികരിക്കുന്നില്ല. ഒടുവിൽ കരയ്ക്ക് നിന്ന ഒരു ചെറുപ്പക്കാരൻ ഒറ്റ ചാട്ടത്തിന് ഈ ജലാശയത്തിലേക്ക് ഇറങ്ങി. അയാൾ ഊളിയിട്ട് നീർക്കാങ്കുഴിയിട്ട് താഴേക്ക് ചെന്ന് മുങ്ങിത്താഴുന്ന ആ ചെറുപ്പക്കാരന്റെ തലമുടിക്ക് പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് കരയിൽ കയറ്റി രക്ഷപ്പെടുത്തി. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ചോദിച്ചു, ആദ്യമേ നിനക്കിത് അറിയാമായിരുന്നെങ്കിൽ തുടക്കത്തിൽ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ ഞങ്ങളെ വിഷമിപ്പിച്ചേ? അവൻ പറഞ്ഞു, എനിക്ക് നീന്തൽ നന്നായിട്ട് അറിയാം. ഇവൻ നല്ല ആരോഗ്യമുള്ളവനാണ്. ആദ്യം ഇവനെ ഞാൻ കയറി പിടിച്ചാൽ ഇവൻ എന്നെ കയറി പിടിക്കും. ഞങ്ങൾ ഒരുമിച്ച് മുങ്ങും. ഇവന്റെ ബലം അല്പം ഒന്ന് ക്ഷയിക്കാനാണ് ഞാൻ അല്പം കാത്തുനിന്നത്. നിന്റെ ദൈവത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാത്തത്. നമ്മുടെ കരം ഒന്ന് ക്ഷയിച്ചെങ്കിൽ അവന്റെ കരം നമ്മുടെ മേൽ മുറുകു എന്നവൻ അറിയാം. നാട്ടുകാരി വാർത്ത കാട്ടുതീ പോലെ അറിഞ്ഞു. പഞ്ചായത്തുകാരെല്ലാവരും ഒരുമിച്ച് കൂടി സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് മരണത്തിന്റെ കയത്തിൽ നിന്ന് ജീവന്റെ തുരുത്തിലേക്ക് ഒരുത്തനെ രക്ഷപ്പെടുത്താൻ ചാടിയിറങ്ങിയവനെ മാനിക്കുന്ന ഒരു ചടങ്ങ് നാട്ടിൽ കൂടി. ഓരോരുത്തരും വന്ന് ഈ രക്ഷപ്പെടുത്തിയവനെ കുറിച്ച് വാചക കസർത്തിൽ പലതും പറയുന്നു. ഇങ്ങനെ അറിയാമോ, അദ്ദേഹത്തെ പോലെ ഒരാളിനെ ഈ തലമുറ കണ്ടിട്ടില്ല. ഈ നാട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും വിശാല ഹൃദയമുള്ള ആളാണ്. വേമ്പനാട്ടുകായൽ പോലെ കിടക്കുന്ന മനസ്സാണ് ഇദ്ദേഹത്തിൻ്റെത്. വാചക കസർത്തിൽ ഒത്തിരി പുകഴ്ത്തുന്നുണ്ട്. ഒടുവിൽ ഒരാൾ മുൻപോട്ട് വന്നു. അവൻ രക്ഷപ്പെട്ടവനാണ്. അവൻ പുറകോട്ട് തിരിഞ്ഞ് മുൻപിലത്തെ വേദിയിൽ ഒരു കസേരയിലിരിക്കുന്ന രക്ഷപ്പെടുത്തിയവനെ ഒന്ന് നോക്കി. എന്നിട്ട് കരയാൻ തുടങ്ങി. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, തൊണ്ടയിൽ കുരുങ്ങുന്നു. വീണ്ടും രക്ഷപ്പെടുത്തിയവരെ തിരിഞ്ഞൊന്ന് നോക്കി, വീണ്ടും സദസ്സിനെ നോക്കി കരയാൻ തുടങ്ങി. രക്ഷപ്പെട്ടവന്റെ കൃതജ്ഞതയും കേട്ടവന്റെ കൃതജ്ഞതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് പകൽ ഈ മേശ ഇവിടെ ഇരിക്കുമ്പോൾ നാം ഇതിന്റെ പുറകിൽ രക്ഷപ്പെടുത്തിയവനെ കാണുകയാണ്. രക്ഷപ്പെട്ട ദൈവമക്കളാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ നാഥനോടുള്ള സ്നേഹം അകത്ത് തിളയ്ക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. നാഥനോടുള്ള സ്നേഹം അകത്ത് തിളയ്ക്കുന്നുണ്ടെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവമൈതലേ, നീ അർഹിക്കുന്ന അളവിൽ നാഥന് മഹത്വം കൊടുത്തു വേണം ഈ സഭായോഗം കിട്ടു മടങ്ങുവാൻ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ ആരാധിക്കട്ടെ. വിശുദ്ധ വേദ
പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനം. 12 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 1-ാം അധ്യായത്തിൽ പ്രവാസ ചരിത്ര വർണ്ണന, 2-ാം അധ്യായത്തിൽ ചതുർവിധ ലോഹനിർമ്മിതമായ ബിംബത്തിന്റെ ദർശനം, 3-ാം അധ്യായത്തിൽ ഒരു വൃക്ഷ ദർശനം, 4-ാം അധ്യായത്തിൽ ഒരു വൃക്ഷതയെ സ്വർണ്ണബിംബത്തിന്റെ ചിത്രീകരണം, 5-ാം അധ്യായത്തിൽ ഒരു കൈയെഴുത്ത്, മെനെ മെനെ തെക്കേൽ ഫാർസി എന്ന കൈയെഴുത്ത്, 6-ാം അധ്യായത്തിൽ ദാനിയേൽ സിംഹഗുഹയിൽ, 7-ാം അധ്യായത്തിൽ കടലലകൾ ഇരമ്പി മറിയുന്നതിനകത്തു നിന്നും ദംഷ്ട്രശേഷിയോടെ കയറി വരുന്ന ബുഭുക്ഷുക്കളായ 4 മൃഗങ്ങളുടെ ദർശനം, 8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഈ 2 ജീവികളുടെ രംഗപ്രവേശനം, 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ കണക്ക്, 10-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രന്റെ ആൾ രൂപം അംഗവർണ്ണന ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു. 11-ാം അധ്യായം വെളിപ്പെടുവാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടിക, 12-ാം അധ്യായം ഈ പുസ്തകം മുദ്രയിടാനുള്ള മുന്നറിയിപ്പ്. ഇന്ന് ശൂശൻ രാജധാനിയുടെ പരിസരങ്ങളിലുള്ള കൊട്ടാര വളപ്പിലെ മാർബിൾ ഫലകങ്ങൾക്കുള്ളിൽ പുരാതന ഭക്തനായ ദാനിയേലിന്റെ ശവകുടീരം നമുക്ക് നേരിട്ട് കാണാം. ഈ ദാനിയേൽ പ്രവാചകൻ ഇപ്പോൾ പ്രാർത്ഥനാ നിരതനാണ്. ഒരു പ്രത്യേക വിഷയം ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് അവൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. ആ വാഗ്ദത്വം അവൻ പിടിച്ചിരിക്കുന്നു. അടിമത്വത്തിന്റെ നാട്ടിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനുള്ള വിളംബരം ധ്വനിക്കാൻ സമയം അടുത്തു വരുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്. കൃപ പ്രാപിച്ച ദൈവവൈദ്യലേ, നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. എന്നാൽ നിന്റെ വാഗ്ദത്തത്തിന് കാലതാമസം വരുത്താൻ അവയ്ക്ക് കഴിയും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചാൽ നിന്റെ വാഗ്ദത്തത്തിനെതിരെ ആകാശമണ്ഡലം മൂടി നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികളെ വെട്ടിമാറ്റി പ്രാർത്ഥന നിന്റെ മുറിയിലെത്തിക്കാൻ കഴിവുള്ള ഒരുവരി മിലിറ്ററിയുടെ പുറകിലുണ്ട്. ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥനാ നിരതനാകുകയാണ്. കറങ്ങുന്ന ഫാനിന്റെ കീഴിലോ AC റൂമിലോ അല്ല പ്രാർത്ഥന. വഴിവക്കിൽ, പുഴവക്കിൽ, നദീതീരത്ത് പ്രാർത്ഥനാ നിരതനാകുകയാണ്. ചുക്കിച്ചുളിഞ്ഞ മുഖഭാവത്തോടും ഒക്കിയ വയറോടും പാറിപ്പറന്ന തലമുടിയോടും കൂടെ എണ്ണ തേക്കാതെ മാംസവും വീഞ്ഞും ആസ്വദിക്കാതെ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന സമയം ഒരു നദീതീരത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇറങ്ങി വരുന്നു ഒരു പുരുഷരൂപം. എന്റെ വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു തേജോരൂപം. ഇങ്ങനെയാണ് ദാനിയേൽ പ്രവാചകൻ എഴുതുന്നത്. മുഖം മിന്നൽ പ്രകാശം പോലെയും, ദേഹം ഗോമേതകം പോലെയും, കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും, കണ്ണുകൾ തീപ്പന്തം പോലെയും, അരയിൽ ഊപ്പാസ്തങ്കം കൊണ്ട് കച്ച കെട്ടി ഒരു പുരുഷനെ ഞാൻ കണ്ടു. ഇതാരാണ് ഈ പുരുഷൻ? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആരാണെന്ന് അറിയാൻ വെളിപ്പാട് പുസ്തകം 1 നോക്കിയാൽ മതി. മിന്നൽ പ്രകാശത്തിന്റെ കളർ എന്താ? സൂര്യൻ കത്തിജ്വലിക്കുന്ന കളർ. അത് തന്നെയാണ് വെളിപ്പാട് 1 വ്യക്തിയുടെ മുഖം. ദേഹം ഗോമേതകം. ഗോമേതകത്തിന്റെ കളർ എന്താ? തീജ്വലിക്കുന്ന കളർ. അത് തന്നെയാണ് വെളിപ്പാട് 1 ആളിന്റെ ശരീരപ്രകൃതി. അരൂപ തങ്കക്കച്ച. വിഷയം എന്താ? വെളിപ്പാട് 1 ആളിന്റെ മാർവിലെ തങ്കക്കച്ച. കൈകാലുകൾ മിനുക്കിയ താമ്രം. വെളിപ്പാട് 1 വ്യക്തിയുടെ കൈകാലുകൾ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. ദാനിയേൽ 10 വ്യക്തിയുടെ ശബ്ദം പുരുഷാരത്തിന്റെ ആരവം. വെളിപ്പാട് 1 വ്യക്തിയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പൽ. തത്വത്തിൽ പഠിച്ചാൽ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ പത്മോസിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധാരിയായി യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്നവൻ ആരോ? അവൻ തന്നെ തന്റെ ജഡാവതാരത്തിന്റെ 6 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഉപവസിക്കുന്ന ദാനിയേലിന് വേണ്ടി തേജസ്സിൽ ഇറങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവവേദനെ, ഇത്രയും ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ ഈ ഹോളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് നടുവിൽ കൂടെ നടക്കുന്നവൻ ആരാണെന്ന് നിന്റെ അകത്തൊരു ദർശനം പോയാൽ അവൻ സാധാരണക്കാരനല്ല. അന്ധകാര ശക്തിയുടെ മേൽ ജയമെടുക്കാൻ കഴിവുള്ളവൻ തേജസ് ഉടുത്തുകൊണ്ട് ഈ സഭായോഗത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. മരിച്ചു മൺമറഞ്ഞ ഒരുത്തന്റെ ശവകുടീരത്തിന് മുൻപിലിരുന്ന് വിലാപഗാനം പാടാൻ കടന്നു വന്നിരിക്കുന്നവരല്ല വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ. ശവശിഷ്ടത്തെ ആരാധിക്കാൻ മെഴുകുതിരി കത്തിച്ചിറങ്ങിയിരിക്കുകയല്ല കൃപ പ്രാപിച്ച നീ ഇന്ന് പകൽക്കാലം ഇവിടെ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ മേഖലയെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളെ ആകാശമണ്ഡലങ്ങളിൽ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്ന നിന്റെ മുറിക്കകത്ത് മറുപടി എത്തിക്കാൻ കഴിവുള്ള രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ
എത്തിയ ദൂതവ്യൂഹങ്ങളിൽ ഒരുവൻ ദാനിയേലിനുള്ള വസ്തുതകൾ സംസാരിക്കുകയാണ്. ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ മറുപടി പുറപ്പെട്ടു. ഞങ്ങൾ സ്വർഗമേഖലയിൽ നിന്ന് ആത്മലോകത്തിലെ ദൂത സാന്നിധ്യത്തിൽ ആരാധിക്കുന്ന സിംഹാസന മണ്ഡലത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും കഴിഞ്ഞ് മൂന്നാം സ്വർഗം എന്ന ഈ വ്യോമപാളയത്തിൽ, ഈ മേഘമണ്ഡലത്തിൽ, ഈ അയറയുടെ അതിർത്തിയെ ഭേദിച്ചിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു ഒരു വലിയ സൈന്യം അവിടെ നിൽക്കുന്നു. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ അർഹിക്കുന്ന ഗൗരവത്തോടെ എന്ന് പകരം ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടിട്ടൊന്ന് സ്തോത്രം ചെയ്യണം. സ്തോത്രം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ തലച്ചോറിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകം ഇതിന്റെ പുറകിലുണ്ട്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കളിക്കളത്തിലല്ല, കൃപ പ്രാപിച്ച ദൈവമക്കൾ പോർക്കളത്തിലാണ്. ആന, കുതിര, തേരു, കാലാൾ, ഈ ചതുരംഗപ്പട പോലെ വ്യോമസേന, കരസേന എന്നിത്യാദി ലൗകിക രാഷ്ട്രീയത്തിന്റെ സൈനിക വ്യൂഹം പോലെ സുശക്തമായ ഒരു ഭരണകൂടത്തോടുകൂടെ പ്രാദേശിക തലം മുതൽ ആകാശമണ്ഡലം വരെ അടക്കി ഭരിക്കുന്ന ഒരു സാത്താന്യ ഭരണകൂടം ഇതിന്റെ പുറകിലുണ്ട്. സ്തോത്രം. അതിനോട് കൈകെട്ടിയിരുന്ന് ഉറങ്ങാൻ, കളിക്കാനല്ല, പ്രാർത്ഥനയിൽ പോരാടാനാണ് ദൈവമാത്മാവിനെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരല്ലേ നിങ്ങൾ? മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ആന്തരിക ചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടി വി, അതിന്റെ റിമോട്ട് കൺട്രോൾ കണ്ണിന് നേരെ നിർത്തി ഒന്ന് അമർത്തി നോക്കൂ. അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയുമോ? എന്തിനാ? നമ്മുടെ നാട്ടിലെ വവ്വാലില്ലേ, വവ്വാൽ, അത് പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടിയിട്ട് അത് സ്വീകരിച്ച് തടസ്സം മാറി യാത്ര ചെയ്യുന്ന വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ കേൾക്കാൻ നിന്റെ ചെവിക്ക് കേൾവിശക്തി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് കേൾക്കാൻ കഴിയാത്ത, നിനക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകം ഇതിന്റെ പുറകിലില്ലേ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ നിന്റെ പ്രാർത്ഥന ഒരു ഭൂഗോള യുദ്ധമല്ല, ഇത് ഗോളാന്തര യുദ്ധമാണ്. കൃപ പ്രാപിച്ച ദൈവമേ, ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വ്യാപാരത്തിന്റെ അധികാരം, ആകാശമണ്ഡലത്തിന്റെ അതിർത്തികളെ ഭരിക്കുന്ന ദുഷ്ടശക്തികളെ വെട്ടിമാറ്റാൻ എന്റെ ദൈവത്തിന്റെ ദൂതവ്യൂഹങ്ങളുടെ കരങ്ങൾക്ക് ബലം പകരുന്നതാണെങ്കിൽ അഭിഷേകം പ്രാപിച്ച നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. നിന്റെ പ്രാർത്ഥന ആത്മീയ പോരാട്ടമാണ്. നാളെ നടത്താൻ ശത്രു ഒരുക്കിയിരിക്കുന്ന കണികളെ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ബന്ധിക്കാനുള്ള അധികാരം എന്റെ മുൻപിലിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളുടെ നാവിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാം കാവലും രണ്ടാം കാവലും ഇരുമ്പ് വാതിലിനും അകത്ത് ചങ്ങലക്കാരുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസിന്റെ ബന്ധത്തെ അഴിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിലെത്തിക്കാൻ പകലയിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ കൂട്ടായ്മയ്ക്ക് ശക്തി വ്യാപരിച്ചെങ്കിൽ ഇത്രയും ദൈവമക്കൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒറീസയുടെ മേഖലയ്ക്ക് വേണ്ടി, ഏതൊക്കെ മണ്ഡലത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങ്. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അധികാരത്താൽ എതിരെ ഉയരുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ഇന്ന് പകൽക്കാലം ആത്മീയ ജയം വ്യാപരിക്കുന്ന പകരം. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം 56-60 രാത്രികൾ, ഒരു രാത്രി പോലും ഇടവേള ഇല്ലാതെ കേരളത്തിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. അന്ന് രാത്രി ഞാൻ മല്ലപ്പള്ളി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിലാണ് പ്രസംഗിക്കുന്നത്. മറക്കാൻ കഴിയാത്ത, എന്നെ കോൾമയിൽ കൊള്ളിക്കുന്ന ഒരു അനുഭവമാണ്. ഞാനന്ന് രാവിലെ സമയം എൻ്റെ കാറിൽ, അത് ബൈക്കിൽ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് പോവുകയാണ്. ആ സമയത്ത് എതിർവശത്തുകൂടെ ഒരു ലോറി പാഞ്ഞു വരുന്നത് ഞാൻ കാണുന്നു. ലോറിയുടെ പുറകിൽ വാരിയിട്ടിരിക്കുന്ന തടിക്കഷണങ്ങളിൽ ഒരു തടിക്കഷണം ലോറിയുടെ പുറകു ഭാഗത്തെ നിയന്ത്രണം ഭേദിച്ച് കെട്ടിനിടയിൽ കൂടെ ഊഴ്ന്നിറങ്ങിയിട്ട് വഴിവക്കിലേക്ക് ഒരു 5-5.25 അടി താണു നിൽക്കുകയാണ്. ഞാൻ സൈഡിൽ കൂടെ വണ്ടിയിൽ പാഞ്ഞു കയറിപ്പോകുന്ന സമയം ഞാൻ കാണുന്നു, സെക്കൻഡുകൾ കൊണ്ട് ഒരു തടിത്തുണ്ട് എന്റെ നെറ്റിക്ക് നേരെ വരുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ ഞാൻ വിറച്ചുപോയി.
എങ്ങനെന്നറിയില്ല, അത് ഒഴിഞ്ഞുപോയി. വെട്ടുപാട്, അതിന്റെ ഗന്ധം എന്റെ തലമുടിയിൽ ഉരസിയാ പോയത്. എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഞാൻ ബൈക്ക് ചവിട്ടിയിട്ട് എന്റെ ഫെയ്ത്ത് ഹോമിലേക്ക് വിളിച്ചു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, റാന്നി ടൗണിൽ ഞാൻ 14 വർഷമായി ശുശ്രൂഷിക്കുന്നു, എന്നോട് പറഞ്ഞു, ചില മിനിറ്റുകൾക്ക് മുൻപ് മുണ്ടക്കയത്തിനടുത്ത് നിന്നും ഒരു സാധുവായ ദൈവദാസൻ ഇവിടെ വന്നു. അച്ചാരെ പാസ്റ്റർക്ക് അറിയില്ല, പക്ഷെ കഴിഞ്ഞ രാത്രിയിലെ ഗാഢനിദ്രയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആരും അദ്ദേഹത്തെ തട്ടി ഉണർത്തിയിട്ട് തന്റെ ചെവിയിൽ ഇങ്ങനെ അശരീരി ശബ്ദം കേൾക്കുന്നു. രാവിലെ 9:30 കഴിയുമ്പോൾ എന്റെ ദാസൻ പാസ്റ്റർ രാജു മേത്രയെ വാഹനത്തിലെ ശ്രദ്ധ തിരിച്ച് അപകടത്തിൽ കൊല്ലാൻ ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതി ഒരുക്കിയിരിക്കണം. നീ ആ ഫെയ്ത്ത് ഹോമിലെത്തി ആ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദൈവദാസൻ അകത്തേക്ക് കയറിയിട്ട് ഒന്നും ചോദിക്കാതെ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് മറുകര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫെയ്ത്ത് ഹോമിന്റെ തിണ്ണയിൽ കൂടെ തലങ്ങും വിലങ്ങും നടന്ന് അന്യഭാഷ പറഞ്ഞ് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഒരുക്കപ്പെട്ട ഇരുട്ടിന്റെ കോട്ടകളുടെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അഡ്രസ് പോലും കൊടുത്തില്ല. ഈ പ്രാർത്ഥന ഫെയ്ത്ത് ഹോമിന്റെ തിണ്ണയിൽ നടക്കുമ്പോൾ ഞാൻ ഈ രംഗം അഭിമുഖീകരിക്കുകയായിരുന്നു. എന്റെ മുൻപിലിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾക്കും എന്റെ പിൻപിലിരിക്കുന്ന കൃപ പ്രാപിച്ച അഭിഷിക്തന്മാർക്കും ഇതിന് 100 കണക്കിന് അനുഭവം പറയാൻ കാണും. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. നാളെ നടത്താൻ ശത്രു ഒരുക്കുന്ന കണികളെ ഇന്ന് പകൽക്കാലം ബന്ധിക്കാനുള്ള അധികാരം ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നെങ്കിൽ അത് അനുഭവിക്കാൻ കൊതിക്കുന്ന ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയുടെ ശൈലി മാറ്റുക. അധികാരം ഇന്ന് പകൽക്കാലം നിന്റെ നാവിൽ ഉപയോഗിക്കുക. യേശുവിന്റെ നാമത്തിൽ ചിലതിനെതിരെ കൽപ്പിക്കുവാൻ നിന്റെ മേലെ പകൽക്കാലം അഭിഷേകം വ്യാപരിക്കുന്നു. അബ്ദുൽ കടകനെ ദിഗരയാരകൾ കടകനാധികരയാരക ജഗൽ കടകനാധികരയാരക അബ്ദുൽ കടകനെ ദിഗൽ കടക രൗദര ദിഗനയാരകാനക ആദൽ കടകന ദിഗജ ദിഗൽ കടകനാധികരയ മന്ത്രപ്രയോഗങ്ങൾക്കും ക്ഷുദ്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും ഏലസുകൾക്കും തകടുകൾക്കും പ്രസിദ്ധിയാർജിച്ച എഫേസോസ് പട്ടണത്തിൽ ഇരുന്ന് വാഴുന്ന അർത്തമീസിന്റെ ശക്തിയെ ബന്ധിക്കാൻ പൗലോസിന്റെ അധരങ്ങളിൽ വ്യാപരിച്ച വചനത്തിന്റെ ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ മന്ത്രവാദത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും മന്ത്രവാദ ഇന്ദ്രജാല രൂപങ്ങൾക്കും പ്രശസ്തിയാർജിച്ച ക്ഷുദ്രപ്രയോഗത്തിന്റെ കുടിയിരിപ്പ് ശാലയായിരിക്കുന്ന ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രത്തിൽ 1000-ലധികം അഭിസാരികകൾ മ്ലേച്ഛത ദുർമാർഗമായി ചെയ്ത് കുടിയിരിപ്പിനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്ന വചനത്തിന്റെ അധികാരത്തിൽ ആ നാടിനെ ഭരിച്ച ദുഷ്ടശക്തികൾ ബന്ധിക്കപ്പെടുകയും 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ പൗലോസിന്റെ അധരങ്ങളിൽ വ്യാപരിച്ച അതേ ദൈവശക്തിയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് കൃപയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്നതെങ്കിൽ അഭിഷേകത്തിന്റെ അധികാരം ഈ പകൽക്കാലങ്ങളിൽ ഉയർത്തുക. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി നിനക്കായി നടക്കുന്ന പകരം എന്റെ വാത്സല്യ സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ. ഈ വേദഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. ലോക ചരിത്രത്തിൽ ഏകാധിപത്യത്തിന്റെ മുൾമുനയിൽ നിന്ന് കിടുകിട വിറപ്പിച്ച് ഭരിച്ച 1ാം ഭരണാധിപത്യം നെബൂഖദ്നേസറിന്റെയും നെബൂഖദ്നേസറിന്റെയും ബെൽസസറിന്റെയും എവിൽമേരോദിക്കിന്റെയും ഭരണം. അത് കഴിഞ്ഞ് ചരിത്രത്തിൽ 2ാം ലോകൈക്യ സാമ്രാജ്യമായി മേദ്യപാർശ്യ ശക്തികൾ സിംഹാസനാരൂഢരായി കഴിഞ്ഞു. വേദപുസ്തകത്തിലെ ലോകരാഷ്ട്രങ്ങളുടെ അധികാരങ്ങളുടെ സംഖ്യാക്രമം എന്ന് വിശേഷിപ്പിക്കാവുന്ന അക്ഷരമാല ക്രമം എന്ന് വിശേഷിപ്പിക്കാവുന്ന അധ്യായമാണ് ദാനിയേൽ പ്രവചനം 2.
അതിൽ അടുത്തതായി രംഗത്ത് അവതരിക്കേണ്ട ലോകരാഷ്ട്രങ്ങളിൽ പെട്ടെന്ന് രംഗത്ത് ചിന്തിച്ചാൽ ഗ്രീക്ക് സാമ്രാജ്യവും അതിന്റെ തൊട്ടുപുറകിൽ റോമൻ സാമ്രാജ്യവുമാണ്. അങ്ങനെ ഗ്രീക്ക് യവനാധിപത്യം തൊട്ടുപുറകെ വരുവാൻ തുടങ്ങുന്നു. നിലവിൽ 120 രാജ്യങ്ങളുടെ അധികാരം വഹിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രഭു കോരേശ് സിംഹാസനാരൂഢനായി ശൂഷൻ രാജധാനിയെ ഭരിക്കുന്നു. അല്പചരിത്രം ഒന്ന് ഗ്രഹിക്കണം. ഒരു പ്രഭു അക്ഷരാർത്ഥത്തിൽ സിംഹാസനത്തിലുണ്ട്. എന്നാൽ കടന്നു വന്ന ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മേഘമണ്ഡലത്തിൽ, ഈ വ്യോമപാളയത്തിൽ, ഈ മേഘോന്നതങ്ങളിൽ, ഈ അയറയുടെ അതിർത്തിയിൽ ഒരു വലിയ പറ്റം സൈന്യങ്ങൾ നിൽക്കുന്നു. ഒരാളല്ല, നിരവധി ആളുകളുണ്ട്. അതിലൊരു പ്രധാനിയുണ്ട്. അയാളുടെ പേര് ഞാൻ പറയാം, പാർസി പ്രഭു. ഇനി കാര്യം തീർന്നില്ലെന്നേ. ഇതിവിടെ സിംഹാസനത്തിലിരിക്കുന്ന മാംസവും അജ്ഞയുമുള്ള പ്രഭു അല്ല. അവരോഹണ ക്രമത്തിൽ അധികാരം പങ്കുവെച്ചുകൊണ്ട് ഈ മണ്ണിനെ ഭരിക്കുന്ന സുസജ്ജമായ പൈശാചിക ഭരണകൂടത്തിന്റെ പ്രാദേശിക തലങ്ങൾക്കു മീതെ നിന്ന് ഭരിക്കുന്ന ദേശാന്തര വാഴ്ചയുടെ അധികാരിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരാൾ സിംഹാസനാരൂഢനായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ, അത് അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകട്ടെ, അയാളുടെ തലച്ചോറിനെ ഭരിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രതന്ത്ര പൈശാചിക അധികാരിയെ ആ ഭൂവിഭാഗത്തിന് മുകളിൽ സാത്താൻ അപ്പോയിന്റ് ചെയ്യും. നിങ്ങളെ വിഷയത്തിന് ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഇവൻ എത്ര ശക്തനാണെങ്കിലും അവനെ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി മറുപടി എത്തിക്കാൻ താഴെ മുഴങ്കാൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ, കൃപ പ്രാപിച്ച ദൈവവൈദ്യരെ, അമേരിക്കയുടെ ഭാവി ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കൈകളിലല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കാര്യങ്ങൾ. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവമക്കൾ ഗൗരവമായിട്ട് അത് ഗ്രഹിക്കണം. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരു അദൃശ്യ ലോകം ഇതിന് പുറകിൽ നിന്നുകൊണ്ട് അവന്റെ അനുയായികളെ കൊണ്ട് സുശക്തമായി അവനെ ഭരണകൂടം ഉറപ്പിക്കുമ്പോൾ, അവൻ എത്ര വലിയവനായെങ്കിലും കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് അറിയാം, താഴെ മുഴങ്കാൽ മടക്കി ആത്മാവിൽ ജാഗരിക്കാൻ ഒരു ദാനിയേൽ ഉണ്ടെങ്കിൽ ദൂതന്റെ കരങ്ങൾക്ക് ബലം പകർന്ന് അവന്റെ കോട്ടകളെ വെട്ടിമാറ്റി തന്റെ പ്രാർത്ഥനാ മേഖലയിലേക്ക് മറുപടിയുമായി ഇറങ്ങാൻ സ്വർഗത്തിന്റെ സൈന്യം വിശ്വസിക്കുന്ന ദൈവമക്കളുടെ പുറകിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അധികാരം വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. ചില പ്രാദേശിക ദുഷ്ടശക്തികൾക്ക് പ്രദേശങ്ങളിൽ കുടിയിരിപ്പുകളുണ്ട്. 33 കോടി ദൈവങ്ങളും 6000 കോടി അസുരഗണങ്ങളും ഭൂതപ്രേതാദികളും കാളിക്കൂളി കാട്ടുപിശാചുക്കളും വെച്ചുപൂജകളും കുരിയാലകളും നേർച്ചക്കാവുകളും അമ്പലങ്ങളും കുളങ്ങളുമായി ദുർഭൂതങ്ങളെ വെച്ചാരാധിക്കുന്ന ഇന്ത്യയുടെ മീതെ ഭരിക്കുന്നത് കനത്ത ദുഷ്ടശക്തിയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടിന് മേൽ ആധിപത്യം പുലർത്തുന്ന ഇരുട്ടിന്റെ ശക്തികളെ ബന്ധിക്കാൻ ആത്മശക്തി പ്രാപിച്ച നിന്റെ മേൽ അധികാരം വ്യാപരിക്കുന്നു. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയുടെ പോരാട്ടത്തിലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വീശിയടിക്കുന്ന കാറ്റുപോലെ, പെയ്തിറങ്ങുന്ന മഴ പോലെ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങളിൽ വ്യാപരിക്കുന്നു. ആ ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ദൈവമക്കൾ ആത്മാവിൽ ജയമെടുക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ പകൽ പോരാടിക്കൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അവന്റെ വചനത്തിന്റെ അധികാരം ഇവിടെ വ്യാപരിക്കുന്നു. അവന്റെ രക്തത്തിന്റെ വിടുതൽ ഇവിടെ വ്യാപരിക്കുന്നു. എന്റെ നാവിന് പകൽക്കാലം അധികാരം ഉയരണം. യേശുവിന്റെ രക്തമെന്ന് കേൾക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ വിറയ്ക്കും. യേശുവിന്റെ നാമമെന്ന് കേൾക്കുമ്പോൾ അന്ധകാര ശക്തികൾക്ക് വിള്ളൽ വീഴും. ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ അധികാരം അറിയണം. ഈ പകൽ സംഭവിക്കുന്ന പകൽക്കാലമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെങ്കിൽ, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെങ്കിൽ, വിശ്വസിക്കുന്ന
രാജ്യത്തിന്റെ റിപ്പോർട്ട് ഞാൻ ഓർക്കുന്നു. സുവിശേഷത്തിന് വിപരീതമായി സുവിശേഷ നിയന്ത്രണത്തിന് വേണ്ടി ഒരു പ്രത്യേക രേഖ അവിടുത്തെ ഒരു രാഷ്ട്രീയ അധികാരി മന്ത്രി രംഗത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ തുടങ്ങുകയാണ്. അത് പത്രങ്ങളിൽ വാർത്തയായി. സഭ തീരുമാനിച്ചു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. സഭ ഉപവസിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം മന്ത്രിസഭാ സമ്മേളനം ഒരുമിച്ച് കൂടുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപ് അത്യുഗ്ര ശക്തിയുള്ള ഒരു കൊടിയ അണ്ടർഗ്രൗണ്ട് കൊള്ളക്കാരനെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവന് രാഷ്ട്രീയ തണലേകിയത് ഈ മന്ത്രിയാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പട്ടാപ്പകൽ പോലെ വെളിപ്പെട്ടു. അടുത്ത ദിവസം അയാളെ സ്ഥാനത്തുനിന്ന് പുറത്താക്കി. ആ മണ്ഡലം ആ വിഷയത്തിൽ ഇളകി മറിഞ്ഞു. കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഞാൻ ശൂശൻ രാജധാനിയിലെ ഏലാമിൽ എന്റെ സിംഹാസനം വെച്ച് ന്യായം വിധിക്കുമെന്ന് എന്റെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴുകുമരത്തെ രാജരഥമാക്കിക്കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർക്കാൻ എന്റെ കർത്താവിന്റെ കരം വ്യാപരിച്ചെങ്കിൽ, ഇത്രയും ദൈവമക്കൾ അധികാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ രാഷ്ട്രീയ അജണ്ടയുമാകട്ടെ, അതിന്മേൽ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന നിന്റെ അധരങ്ങൾ അധികാരം വ്യാപരിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഞാൻ ഇന്ന് പകൽ പറയാൻ തുടങ്ങുന്ന ഒരു വാക്യം വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്നെ മഹിമാ സന്നിധിയിൽ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും എല്ലാറ്റിനും മീതെ അവനെ തലയാക്കി എല്ലാം നിറയ്ക്കുന്നവന് നിറവായ തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നെങ്കിൽ, ആ അദൃശ്യ ശിരസിന്റെ ശരീരമാണ് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൃശ്യ ശരീരം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആ അദൃശ്യ ശിരസിന്റെ ശരീരമാണ് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൃശ്യ ശരീരം. എന്റെ കണ്ണതിനെ കാണും, എന്റെ തലച്ചോറ് തീരുമാനമെടുക്കും, എന്റെ അവയവത്തിന് ഓർഡർ നൽകുമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നാളെ നടക്കാൻ ഈ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണികൾ കാണാൻ കഴിവുള്ളൊരു ശിരസ് ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ, അതിന്റെ സിഗ്നലുകൾ ശരീരത്തിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ, കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ആ അധികാരത്തിന് ജയമെടുക്കുന്ന പകൽക്കാലമാണ്. പ്രാർത്ഥന ഉയരട്ടെ. ഓരോ വായിന്ന് പ്രാർത്ഥന ഉയരട്ടെ. ഓരോ വായിന്ന് പ്രാർത്ഥന ഉയരട്ടെ. ഓരോ വായിന്ന് പ്രാർത്ഥന ഉയരട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ കരയുന്നവരിവിടെയുണ്ടോ? തലമുറകളുടെ ഭാവി ഓർത്ത് നിലവിളിക്കുന്ന സഹോദരങ്ങൾ ഇവിടെയുണ്ടോ? നാളെ എന്താകുമെന്നോർത്ത് ചോദ്യങ്ങളുടെ മുന്നിൽ നെടുവീർപ്പോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? ഞാൻ നിങ്ങളുടെ തോളിൽ തട്ടി ധൈര്യത്തോടെ പറയുന്നു, യേശുവിന്റെ നാമത്തിന്റെ അധികാരം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഉപയോഗിക്കാൻ നിന്റെ നാവുകൾ ചലിക്കട്ടെ. അതിന്റെ പുറകെ ചില അത്ഭുത പ്രവർത്തികൾ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തുടങ്ങുകയാണ്. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത മനോവേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ നെടുവീർപ്പിന്റെ മറുപടി ആർ പറയും? ചിരിക്കുന്ന മുഖത്തോടെ കൈ കൊടുക്കുമെങ്കിലും വിഞ്ഞുന്ന ഹൃദയമുള്ള ദൈവവൈതലേ, ആരോടും പറയാത്ത വിഷയങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ നാഥന്റെ മുൻപിൽ സമർപ്പിക്ക്. നിന്റെ പ്രാർത്ഥനയുടെ സാധാരണ ശൈലി മാറ്റിയിട്ട് നീ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, അവന്റെ വചനത്തിന്റെ അധികാരത്താൽ ഈ പകൽ നിനക്ക് വേണ്ടി ബലം വെളിപ്പെടുവാൻ തുടങ്ങുകയാണ്. ഇതിന് കടമെടുത്ത ഒരു ദൈവദാസൻ ഇവിടെ വരണ്ട. നിന്റെ നാവി പകൽ ചലിച്ചാൽ മതി. ബ്രീഫ് കേസിൽ ഉണർവുമായി മറ്റൊരുത്തനെ നീ ക്ഷണിക്കണ്ട. ഇന്ന് പകൽ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ അധികാരം വ്യാപരിച്ചാൽ മതി. ഒരിക്കൽ ഒരു സ്ഥലം സഭയിലെ രംഗം ഓർക്കുന്നു. അവിടെ ഒരു സഹോദരിക്ക് മാനസിക രോഗം, മരണം കൊതിക്കുകയാണ്. മരണം, എനിക്ക് മരിക്കണം അവൾ പറയുന്നു. ഈ സമയം ഒരു ദൈവദാസനെ ക്ഷണിച്ചു. ആ ദൈവദാസൻ വന്നില്ല. അവിചാരിതമായി വന്ന ദൈവദാസൻ ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ച് നടുക്കി സഹോദരിയെ ഇരുത്തി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. പ്രാർത്ഥന ആരാധനയായി മാറിയപ്പോൾ ഇവൾ പറയുന്നു, തീ തീ തീ, എനിക്കിരിക്കാൻ വയ്യ. ഒടുവിൽ ഈ അഭിഷിക്തനായ ദൈവദാസൻ എഴുന്നേറ്റ് അധികാരത്തോടെ ചില വാക്കുകൾ ഉപയോഗിച്ചു. ഇത് പ്രയോഗിക്കുന്ന സമയം ഇവൾ മോഹാത്സ്യപ്പെട്ട് തറയിലേക്ക് വീണ് കൈകാലുകൾ ഒരു പാമ്പിഴയുന്നത് പോലെ ഇഴഞ്ഞ് പിടഞ്ഞ് തൽക്ഷണം കിടക്കുന്ന കിടപ്പിൽ ഉറങ്ങിപ്പോയി. അല്പ മിനിറ്റുകൾ കഴിഞ്ഞ്
ഈ സഹോദരി എഴുന്നേറ്റ് വന്നപ്പോൾ മുൻപിൽ അമ്മയെ കണ്ടു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: അമ്മേ, ഈ ദൈവദാസന് വാക്ക് പുറപ്പെടുപ്പതെ പറഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് ഉടുപ്പൂരി മാറ്റുന്നത് പോലെ എന്തോ ഒന്ന് അഴിഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലായി. സ്തോത്രം, സ്തോത്രം. ഈ ദൈവദാസന്റെ ഭാര്യ കിലോമീറ്ററുകൾക്കപ്പുറത്തെ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ പട്ടിക്കൂട്ടിൽ വലിയ ബഹളം കേട്ടുപോൽ പട്ടിക്കൂടിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ മേൽക്കൂട് തകർത്ത് വലിയ പട്ടി പുറത്തിയാടി. എവിടേക്കെന്ന് അറിയാൻ ശ്രമിച്ച് സഹോദരി വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ കോമ്പൗണ്ട് പോൾ ചാടിക്കടന്ന പട്ടി തൊട്ടു മുൻപിലത്തെ റെയിൽവേ ട്രാക്കിലേക്ക് ചെന്ന് കിടന്നു. എതിർവശത്തൂടെ പാഞ്ഞു വന്നൊരു ഗുഡ്സ് ട്രെയിൻ ആ പട്ടി ചിതറിത്തെറിച്ചു. എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്ന സാരം? എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു കാര്യമുണ്ട്, ദുഷ്ടപിശാചേ, നീ എത്ര പ്രബലനാണെങ്കിലും അഭിഷിക്തന്റെ ഭവനത്തിന്റെ അകത്ത് ആധിപത്യം പുലർത്താൻ നിനക്ക് കഴിയുകയില്ല. നാം ഉപയോഗിക്കപ്പെട്ട ഈ പകൽ ഇവിടെ വിടുതൽ വ്യാപരിക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. ഒരു പൈലറ്റിന്റെ അനുഭവം ഞാൻ ഓർക്കുന്നു. ആ പൈലറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ അമ്മയും അപ്പനും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തനായ ഒരു പൈലറ്റ് ഒരു ദിവസം പെറ്റ തള്ള ഗാഢനിദ്രയിൽ കിടന്നുറങ്ങുമ്പോൾ ആരോ തട്ടി ഉണർത്തുന്നത് പോലെ, ദൈവത്തിന് സ്തോത്രം, അവൾ എഴുന്നേറ്റു. മകന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ആത്മഭാരമുണ്ടായി. അവൾ മുട്ടുമടക്കി നിന്ന് മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അല്പ മിനിറ്റുകൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു മാനസിക സ്വസ്ഥത. അവൾ ആ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിൽ ആ സമയവും ആ ഡേറ്റും ഒരു റെഡ് ലെറ്ററിൽ വരച്ചിട്ടു. ദൈവത്തിന് സ്തോത്രം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിയുന്ന വാർത്ത, ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് അതിൽ നിന്ന് ആളുകൾ കത്തിത്തീർന്നു. ആരൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടതാരെന്നറിയില്ല. ഒടുവിൽ സ്തോത്രം, രക്ഷപ്പെട്ട തന്റെ മകൻ വീട്ടിലെത്തി. ഭിത്തിയിൽ നോക്കിയിട്ട് ചോദിച്ചു, അമ്മ എങ്ങനെയായി കലണ്ടറിൽ ഈ സമയം നോട്ട് ചെയ്തത്? അമ്മ ചോദിച്ചു, എന്നാ പറ്റി മോനെ? ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഭാരത്തിൽ ഞാൻ നിന്ന് പ്രാർത്ഥിച്ച സമയമാണ്. അപ്പോൾ അവൻ പറഞ്ഞത് കേൾക്കണോ? അമ്മയ്ക്കറിയാമോ, അമ്മ ഈ കലണ്ടറിൽ വരച്ചിട്ട അതേ സമയമാണ് ഞാൻ ഈ പ്ലെയിനിന്റെ പ്രശ്നത്തിൽ ഏർപ്പെടുന്നത്. ആ സമയം വിദഗ്ധമായി ഞാൻ പാരച്ചൂട്ടിൽ താഴേക്ക് ചാടുന്നത് ഈ കൃത്യം സമയത്തായിരുന്നു. ഞാനിന്ന് പകൽ പറയുന്ന എത്ര ദൈവമക്കൾ മനസ്സിലാകുന്നുണ്ട്? ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ തകരാറിലാകട്ടെ, ടെലഫോണിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെടട്ടെ, നിന്റെ തലമുറ നിന്നിൽ നിന്നും വെളിപ്പാട് അകലെയായിരിക്കട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരം ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഉപയോഗിച്ച് തുടങ്ങ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ആരാധനയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാം കൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു വലിയ പോരാട്ടം ഈ പകൽക്കാലം ഇവിടെ നടക്കാൻ തുടങ്ങുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കണം. ശ്രദ്ധിച്ച് ഞാനൊരു വസ്തുത പറയാം. ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൽ, അല്ലെങ്കിൽ മൃഗശരീരത്തിൽ പാർത്തുകൊണ്ട് മനുഷ്യ ശരീരത്തെയോ മൃഗശരീരത്തെയോ പാർപ്പിടമാക്കാൻ കൊതിക്കുന്ന ജഡരഹിതരായ ആത്മാക്കൾ ഭൂമിയിലുണ്ടെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഗദരദേശത്തെ ഭൂതബാധിതനിൽ പാർത്തത് 6000-ലധികം ദുർഭൂതങ്ങളായിരുന്നു. ഒരു അഭിഷിക്തന്റെ ഒരു ദുഷ്ടാത്മാവ് പുറപ്പെട്ടു എന്ന് 400 പ്രവാചകന്മാരുടെ വായിൽ ഒരേ സമയം ഭോഷ്കിന്റെ ആത്മാവായിരിക്കുന്നു എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. ഒരു ദുരാത്മാവിന് 400 പ്രവാചകന്മാരുടെ നാവിനെ ബന്ധിക്കാം. അപ്പോൾ തന്നെ 6000 ദുർഭൂതങ്ങൾക്ക് ഒരാളിൽ കൂടിയിരിക്കാം. അവസരം ചോദിച്ചപ്പോൾ അവൻ പൈശാചിക ശക്തികൾ പറയുന്നു, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കരുതേ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഈ നാട്ടിൽ പാർക്കണം. ആ പന്നിക്കൂട്ടത്തിലേക്ക് ഒന്നുകിൽ മനുഷ്യ ശരീരം, അല്ലെങ്കിൽ മൃഗശരീരം. മരണം കൊതിക്കുന്ന ദുരാത്മാക്കൾ ജഡരഹിതരായി നാട്ടിലുണ്ട്. അവൻ എത്ര പ്രബലനാണെങ്കിലും ഇന്ന് പകൽ കൃപ ലഭിച്ച നിന്റെ മേൽ അധികാരവും